നമസ്കാരം. SFI അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള വീണ വിജയന്റെ ഹർജി തള്ളിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അല്ലെ, വിശദമായ റിപ്പോർട്ടാണ്, വിശദമായ വിധിപ്പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു 3-4 പേജിൽ ഒതുങ്ങുമെന്ന് കരുതിയിരുന്നെങ്കിലും 46 പേജുള്ള വിശദമായ വിധിപ്പകർപ്പാണ് കർണാടക ഹൈക്കോടതി ഈ കേസിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സാലോജിക് സൊല്യൂഷൻസ്, വീണ വിജയൻ മാത്രം ഡയറക്ടറായുള്ള എക്സാലോജിക് സൊല്യൂഷനാണ് ഇങ്ങനെയൊരു ഹർജിയുമായി SFIയുടെ അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്നലെ തന്നെ ഈ ഹർജി കർണാടക ഹൈക്കോടതി തള്ളുകയും SFIയുടെ അന്വേഷണം തുടരട്ടെ എന്ന് ഉത്തരവിടുകയും ചെയ്തു. ആ വിധിപ്പകർപ്പിൽ പറയുന്ന കാര്യങ്ങൾ, എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണം അതെന്തുകൊണ്ട് വേണം, അത് SFIO തന്നെ നടത്തണം, അതിന് എന്തുകൊണ്ട് കോടതി അത്തരമൊരു നിർദ്ദേശം നൽകി, ഇതിനുള്ള കാരണങ്ങൾ 1, 2, 3 ഇങ്ങനെയുള്ള ഹെഡ്സിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അതായത് എണ്ണി പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സാലോജിക് സൊല്യൂഷന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് ഒരന്വേഷണം നടക്കുന്നുണ്ട്, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ തന്നെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ ഒരന്വേഷണം സെക്ഷൻ 210 അനുസരിച്ച് നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സെക്ഷൻ 212 അനുസരിച്ചുള്ള SFIOയുടെ അന്വേഷണം എന്തിന്, ഈ ചോദ്യമായിരുന്നു. അതിന് നിരവധി പാരഗ്രാഫുകളിലായിട്ട് വ്യക്തമായ ഉത്തരവ് നൽകിയിരിക്കുകയാണ് കർണാടക ഹൈക്കോടതി. എന്തുകൊണ്ട് SFIO അന്വേഷണം തുടരണം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്. അത് മാത്രമല്ല, ഒരേ കമ്പനി നിയമത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന 2 അന്വേഷണങ്ങൾ, 2 സെക്ഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രകാരമാണ് ഈ അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 210 അനുസരിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് വരണമെന്നില്ല, 212 അനുസരിച്ചുള്ള അന്വേഷണം തുടങ്ങാൻ അക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ വിധിന്യായത്തിൽ. അതുകൊണ്ട് 210 അന്വേഷണ സമയത്ത് തന്നെ SFIOയ്ക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നതിന്റെ റിപ്പോർട്ട് വിളിച്ചു വരുത്തുവാനുള്ള അധികാരമുണ്ട്. അത് മാത്രമല്ല, ഏത് അന്വേഷണം നടന്നാലും, രാജ്യത്ത് ഏത് അന്വേഷണം നടത്താനും അതിന്റെ അന്വേഷണ റിപ്പോർട്ടുകൾ വിളിച്ചു വരുത്തുവാനുള്ള അധികാരം SFIOയ്ക്കുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. SFIO അന്വേഷണം വേണമെന്ന് കേന്ദ്രം തീരുമാനിച്ചതിൽ അതിൽ അപാകത ചൂണ്ടിക്കാണിക്കുവാൻ കഴിയില്ല എന്ന് വ്യക്തമായിട്ട് ഈ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഈ ന്യായം പൊളിഞ്ഞിരിക്കുകയാണ് എക്സാലോജിക്കിന്റെയും വീണ വിജയന്റെയും. അതുകൊണ്ട് SFIO അന്വേഷണം തുടരട്ടെ എന്ന കാര്യം പറഞ്ഞിരിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, SFIOയ്ക്ക് അന്വേഷിക്കണമെങ്കിൽ അതൊരു വലിയ ഫ്രോഡായിരിക്കണം, സീരിയസ് ഫ്രോഡായിരിക്കണം, അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷനെ നടത്താൻ പറ്റുകയുള്ളൂ എന്നായിരുന്നു എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ വാദിച്ചത്. അപ്പോൾ അത് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിധിന്യായത്തിന്റെ കൂടുതൽ ഭാഗങ്ങളും കർണാടക ഹൈക്കോടതി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത് സീരിയസ് ഫ്രോഡ് ആകും, അത് ഞെട്ടിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ ഈ വിധി പകർപ്പിലുണ്ട്. ഈ ഒരു 1.72 കോടി രൂപയുടെ ക്രമക്കേട് മാത്രമല്ല ഇതിൽ ഉള്ളത് എന്നുള്ള കാര്യം, SFIയുടെ അന്വേഷണ പരിധിയിൽ വരുന്നത് എന്നുള്ള കാര്യം ഈ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അതിന് ബാധകമാക്കിയിരിക്കുന്നത് പല അന്വേഷണ റിപ്പോർട്ടുകളാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ROCയുടെ അന്വേഷണമാണ്. അതിൽ തന്നെ 2 ROCകൾ, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം നടന്നിരുന്നു. അതിൽ ബംഗളൂരു ROCയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ വിധിന്യായത്തിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ അന്വേഷണം തുടങ്ങിയ കാലഘട്ടം, അതായത് എക്സാലോജിക്കിനെതിരെയുള്ള ക്രമക്കേടുകളിൽ അന്വേഷണം തുടങ്ങിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 28/7/2020 അന്ന് എക്സാലോജിക്കിന്റെ അഡ്രസ്സിനെ പറ്റിയുള്ള ഒരു സംശയം ഉയർന്നിരുന്നു. അങ്ങനെ ഒരു പരാതി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കിട്ടിയിരുന്നു. AKG സെന്റർ, പാളയം, തിരുവനന്തപുരം, കേരള 695034 എന്ന അഡ്രസ്സിലായിരുന്നു ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നത്. അതായത് AKG സെന്ററിന്റെ വിലാസത്തിലായിരുന്നു ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നത്. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഈ അഡ്രസ്സിലേക്ക് കത്തയച്ചപ്പോൾ അൺക്ലെയിംഡ് റിട്ടേൺ ടു സെന്റർ എന്ന രീതിയിലാണ് വന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് പരാതി അയച്ചു. ആ പരാതിയിൽ പ്രകാരമുള്ള അന്വേഷണം തുടങ്ങി. ഒരു വിജയ് ജെ എന്നുള്ള വ്യക്തിയാണ് 22/5/2020 എക്സാലോജിക്കിനെതിരെ ഇങ്ങനെ ഒരു പരാതി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരുവിന് നൽകിയത്. അതിൻ പ്രകാരമുള്ള അന്വേഷണമാണ് എക്സാലോജിക്കിനെതിരെ ആദ്യം നടന്നത് എന്നതിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് ഓരോ വർഷവും ഏതെല്ലാം തരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നു എന്ന് പറയുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സാലോജിക്കിനെതിരെയുള്ള, അതായത് എക്സാലോജിക്കിനും CMRലുമായിട്ടുള്ള ഇടപാടിനെ കുറിച്ച് EDയുടെ നിർദ്ദേശപ്രകാരം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശപ്രകാരം ഒരു അന്വേഷണം നടന്നിട്ടുണ്ട് എന്ന് ഈ ROC റിപ്പോർട്ടിൽ പറയുന്നുവെന്നാണ്. ROC റിപ്പോർട്ട് ഈ വിധിന്യായത്തിന്റെ ഭാഗമാണ്. ROC റിപ്പോർട്ടിന്റെ മുഴുവൻ ഭാഗങ്ങളും പുറത്തു വന്നിരുന്നില്ല, ഏതാനും പേജുകൾ മാത്രമാണ് മുൻപ് പുറത്തു വന്നത്. ഇപ്പോഴത്തെ അന്വേഷണത്തിന്, SFIOയുടെ അന്വേഷണത്തിന് വേണ്ടി ഏത് റിപ്പോർട്ടാണോ ആധാരമാക്കിയത് അത് ROCയുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലെ അതേ ഭാഗങ്ങൾ തന്നെ ഈ വിധിന്യായത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രകാരം
ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 17ാമത്തെ പേജിലെ 16ാമത്തെ ഖണ്ഡികയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അറൌണ്ട് ദ സെയിം ടൈം എ കമ്മ്യൂണിക്കേഷൻ ഈസ് സെൻഡ് ബൈ ദ രജിസ്ട്രാർ ഓൺ 29/1/2021 കോളിംഗ് ഫോർ ഇൻഫർമേഷൻ അണ്ടർ സെക്ഷൻ 206 ഓഫ് ദ ആക്ട്. അതായത് കമ്പനി ആക്ട് 206 പ്രകാരമുള്ള അന്വേഷണത്തിന് പ്രൊസീഡിംഗ്സ് അണ്ടർ സെക്ഷൻ 206 ഓഫ് ദ ആക്ട് therefore was sought to be initiated against the petitioner. പെറ്റീഷണർ എന്ന് പറയുന്നത് എക്സാലോജിക്കാണ്. It did not spring from air, അതായത് അന്തരീക്ഷത്തിൽ നിന്നുണ്ടായതല്ല, ബട്ട് ഇറ്റ് വാസ് ഡ്യൂ ടു ദ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം ദ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിഗാർഡിംഗ് ദ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ CMRL ആൻഡ് ദ പെറ്റീഷണർ. അതായത് CMRലും പെറ്റീഷണറും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് വിവരങ്ങൾ ആരായണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകി. അതുപ്രകാരം ദ കമ്മ്യൂണിക്കേഷൻ സെന്റ് ടു ദ പെറ്റീഷണർ ഓൺ 29/1/2021. ഇതേക്കുറിച്ച് എക്സാലോജിക്കിന് തന്നെ ഒരു നിർദ്ദേശം നൽകിയിരുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ അയച്ചിരുന്നു 29/1/2021 തന്നെ. ഇത് പ്രകാരമുള്ള അന്വേഷണം നടന്നിരുന്നു. മുൻപ് കെ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു കാര്യം മുഖ്യമന്ത്രിയോട് ചോദിച്ച് ഓർക്കുന്നുണ്ടല്ലോ. അന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചത് ഈ മാസപ്പടി വിവാദം പുറത്തു വന്നതിന് ശേഷം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഒരിക്കൽ ചോദിച്ചിരുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടന്നിട്ടില്ലേ എക്സാലോജിക്കിനെതിരെ എന്ന്. അപ്പോൾ ROC റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എക്സാലോജിക്കിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശപ്രകാരം 2021 തന്നെ ROC ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയിരുന്നു എന്ന്. അതുപോലെ തന്നെ 1/10/2021 കോമ്പറ്റന്റ് അതോറിറ്റി അഗൈൻ കമ്മ്യൂണിക്കേറ്റ് സീക്കിംഗ് ഇൻഫർമേഷൻ അണ്ടർ സബ്സെക്ഷൻ 4 ഓഫ് സെക്ഷൻ 206 ഓഫ് ദ ആക്ട് ഡയറക്ടിംഗ് സബ്മിഷൻ ഓഫ് കംപ്ലീറ്റ് ട്രയൽ ബാലൻസ് ഷോവിംഗ് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഫോർ ദ ലാസ്റ്റ് 5 years. അതായത് കഴിഞ്ഞ 5 വർഷത്തെ 2021 കൊടുത്തതാണ് CMRലുമായുള്ള ഇടപാടിലെ മുഴുവൻ അക്കൗണ്ട് വിവരങ്ങളും നൽകണമെന്ന ആവശ്യവും എക്സാലോജിക്കിനോട് ആവശ്യപ്പെട്ടിരുന്നു ROC എന്നുള്ള കാര്യമാണ്. അത് പ്രകാരം അതിന്റെ ക്രെഡിറ്റ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസും എല്ലാ കാര്യങ്ങളും എക്സാലോജിക്ക് നൽകുകയും ചെയ്തു. അതിലാണ് ഓരോ വർഷത്തെയും ഇടപാടുകൾ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. എത്രയൊക്കെ പണം എക്സാലോജിക്ക് CMRൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, എന്തൊക്കെയാണ് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് എത്രമാത്രം ഡൊണേറ്റ് ചെയ്തു, അതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡൊണേറ്റ് ചെയ്ത കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ഈ വിധിന്യായത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ROCയുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണ റിപ്പോർട്ട് അതേപടി തന്നെയാണ് ഈ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ ഹൈക്കോടതി ഈ വിധിന്യായത്തിന്റെ ഭാഗമാക്കിയത് ഇതൊരു ചെറിയ ഫ്രോഡാണ്, അതുകൊണ്ട് അന്വേഷണം SFIO നടത്തേണ്ട ആവശ്യമില്ല എന്ന് ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ. അത് അല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഹൈക്കോടതി ഈ ROC റിപ്പോർട്ട് തന്നെ ഈ വിധിന്യായത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സഹായ ഇടപാട് പോലെയൊക്കെ തന്നെയുള്ള ഒരു സീരിയസ് ഫ്രോഡ് തന്നെയാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. ഏറ്റവും ഒടുവിലായിട്ട് ഓൺ 11/8/2023 ഓൺ കംപ്ലീഷൻ ഓഫ് സ്ക്രൂട്ടിനി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് എക്സാലോജിക്കിന്റെയും CMRലിന്റെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചതിന് ശേഷം ഫൈനൽ റിപ്പോർട്ട് 11/8/2023 അത് ഈ മാസപ്പടി വിവാദമൊക്കെ ഉണ്ടായതിനു ശേഷമാണ്, പുറത്തു വന്നതിന് ശേഷമാണ് ആ റിപ്പോർട്ട് നൽകി ROC ദ ഹെഡ്സ് ഓഫ് വയലേഷൻസ്, അതായത് ഏതൊക്കെ ഹെഡ്സിലാണ് വയലേഷൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നാണ്. അത് ഓരോന്നിന്റെ സെഷനാണ് പറഞ്ഞിട്ടുള്ളത്. വയലേഷൻ ഓഫ് റൂൾ 16 ഓഫ് കമ്പനീസ്, അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് റൂൾസ് 2014, സെക്ഷൻ 73 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. ഒന്നാമത്തെ വയലേഷൻ അതാണ്. രണ്ടാമത്തെ വയലേഷൻ സെക്ഷൻ 137 അനുസരിച്ചുള്ള വയലേഷൻ ഓഫ് സെക്ഷൻ 129 അനുസരിച്ചുള്ള വയലേഷൻ നടന്നു. അങ്ങനെ വന്ന് 8 ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ROCയുടെ റിപ്പോർട്ടിൽ പറയുകയാണ്. ദ അലിഗേഷൻസ് ഓൺ ദ aforesaid heads of violations are narrated after indicating the transaction between CMRL and the petitioner. അതായത് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകളിൽ 8 വയലേഷൻസ് ROC കണ്ടെത്തിയിരിക്കുന്നു. ഇത് പ്രകാരം